ഹായ് മൈ ഡിയർ ഫാമിലി, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഇവിടെ മഴയൊക്കെ കുറവുണ്ടോ? ഈ മഴ സമയത്തായാലും നമുക്ക് കഴിക്കാൻ പറ്റിയൊരു സിമ്പിൾ റൈസിൻ്റെ റെസിപ്പിയാണ് ഞാൻ ഇവിടെ ഉണ്ടാക്കുന്നത്. കൂട്ടത്തിനൊരു കറി, നല്ലൊരു ബീഫ് കറിയുടെ റെസിപ്പി നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാം. പിന്നെ റൈസ് ആകട്ടെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ലഞ്ച് ബോക്സിലും കൊടുത്തുവിടാൻ പറ്റും. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റൈസും കൂടിയാണ്. നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അത് ഞാൻ അരി വേവിക്കാനുള്ള വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. എടുത്ത് കളഞ്ഞത് നമ്മൾ വെളുത്തുള്ളിയുടെ തൊലിയായിരുന്നു, അത് അതിൻ്റെ ഇടയിലിരുന്നു. പിന്നെ എടുത്തേക്കുന്ന 1 കപ്പ് ജീരകശാല റൈസാണ്. അത് നന്നായിട്ട് ഞാൻ വാഷ് ചെയ്തു, എന്നിട്ട് ചേർത്ത് കൊടുക്കുകയാണ്. നേരത്തെ കൂട്ടി അരി ഞാൻ കോരാൻ വെച്ചിട്ടില്ല. കുതിർത്ത അരിയല്ല ഇടുന്നത്, അല്ലാണ്ട് നമ്മൾ സാധാ ചോറ് വയ്ക്കും പോലെ കഴുകി ഇടുക ചെയ്യുന്നത്. പിന്നെ ശേഷം ഉപ്പ്, കുറച്ച് നെയ്യ്, ഇത് രണ്ടും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. നെയ്യ് വേണ്ടവർക്ക് ഇടാം, അല്ലാന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്തിട്ട് പകരം കുറച്ച് ഓയിൽ ഒഴിച്ചാലും മതി. കാര്യം അരികൾ പരസ്പരം ആ ചോറ് വെന്ത് വരുമ്പോൾ ഒട്ടാതിരിക്കാനാണത് ചേർക്കുന്നത്. എന്നിട്ട് അത്യാവശ്യം വെന്ത് കഴിയുമ്പോൾ നമുക്കതൊന്ന് വാർത്തെടുക്കാം. ഇതുപോലെ പരസ്പരം ഒട്ടാത്ത രീതിയിൽ വേണം അരി ഇരിക്കാനായിട്ട്. എത്രത്തോളം കാണാൻ പറ്റുമോ അറിയില്ല. അപ്പോൾ അരിയൊക്കെ ഞാനിവിടെ വാർക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ റൈസിലേക്ക് ചേർക്കാനുള്ള മസാല തയ്യാറാക്കാം. നമ്മളെ പാത്രം ഒന്ന് ചൂടാകുമ്പോഴത്തേക്കും നമുക്ക് വെജിറ്റബിൾ ഓയിൽ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണേര ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് വെജിറ്റബിൾ ഓയിൽ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ കുറച്ച് നെയ്യും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ഈ നെയ്യിൻ്റെ ടേസ്റ്റ് റൈസിലും നമ്മുടെ മസാലയിലും പിടിക്കുമ്പോൾ ഒരു പ്രത്യേക മണവും രുചിയൊക്കെ കിട്ടും. കുട്ടികൾ എന്തായാലും കഴിക്കും. പിന്നെ അധികം വെജൊന്നുമില്ല, സവാള, പിന്നെ നമ്മുടെ മുട്ടക്കോസ് മാത്രമാണ് ഞാൻ ചേർക്കുന്നത്. മുട്ടക്കോസ് ഇഷ്ടമുള്ളവർക്ക് ചേർക്കാം, അല്ലാത്തവർക്ക് സ്കിപ്പ് ചെയ്യാം. പിന്നെ ശേഷം അതിലേക്ക് ഞാൻ ഉപ്പിട്ടിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുന്നുണ്ട്. നമ്മൾ ചോറിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട്, അതുകൊണ്ട് ഈ വെജിൽ ചേർക്കുമ്പോഴത്തേക്ക് അതിനനുസരിച്ച് ചേർക്കുക കേട്ടോ. ശേഷം മഞ്ഞൾപ്പൊടി, പിന്നെ നമ്മുടെ മസാലപ്പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. അത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് അതിൻ്റെ ആ ഒരു പച്ച കുത്തൊന്ന് മാറുന്നത് വരെ ഇളക്കുക. ശേഷം ഞാൻ അതിലേക്ക് കുറച്ച് മല്ലിയില ആഡ് ചെയ്യുന്നുണ്ട്. ടൊമാറ്റോ സോസ് ആഡ് ചെയ്യുന്നുണ്ട്. ഇതും കൂടെ നന്നായിട്ടൊന്ന് ഡ്രൈ ആക്കി എടുക്കണം. എന്ന് വെച്ചാൽ ഒരുപാട് ഡ്രൈ ആകരുത്, ആ ഒരു ഈർപ്പൊക്കെ പോകണം. ആ ഒരു ലെവലിലൊന്ന് മിക്സ് ചെയ്തെടുക്കുക. എല്ലാവർക്കും കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. ആ മിക്സിലേക്ക് ഇനി നമുക്ക് ചേർക്കേണ്ടത് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചേക്കുന്ന ചോറാണ്. ഒരു 10-15 മിനിറ്റ് കൊണ്ട് തന്നെ ചോറൊക്കെ ആയി കിട്ടും. പിന്നെ മസാല തിറക്കാനും കൂടെ ഒരു 10 മിനിറ്റ്, എങ്ങനെ പോയാലും ഒരു 1/2-3/4 മണിക്കൂർ കൊണ്ട് നമുക്ക് ചോറൊക്കെ റെഡിയാക്കി എടുക്കാൻ പറ്റും കേട്ടോ. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. ഒട്ടും കുഴഞ്ഞു പോയിട്ടില്ല അരി, അതുകൊണ്ട് നമുക്ക് നന്നായിട്ട് ഇളക്കിയെടുക്കാൻ പറ്റും. അതൊന്ന് യോജിപ്പിച്ചു. പിന്നെ ഞാൻ അതിലേക്ക് ചേർക്കുന്നത് ഒരു 3 തുള്ളി സോയാ സോസ് ചേർത്തിട്ടുണ്ട്. അത് ഓപ്ഷനിലാണ്. പിന്നെ മസാല പൗഡർ നമ്മൾ ഗരം മസാല ചേർത്തിട്ടുണ്ട്. പിന്നെ ഒറിഗാനോ ചേർത്തിട്ടുണ്ട്. അതും സ്കിപ്പ് ചെയ്യാം, ഒറിഗാനോ ഉള്ളവർക്ക് ഇട്ടാൽ മതി. അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ റൈസ് ഇവിടെ റെഡി ആയിരിക്കുകയാണ്. സിമ്പിളാണ് കേട്ടോ, സിമ്പിളാണ്. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ കഴിക്കാനായിട്ട് നമുക്ക് നല്ല എളുപ്പത്തിൽ ബീഫ് കറി വയ്ക്കാം. ഇതിലും ഞാൻ വെജിറ്റബിൾ ഓയിലാണ് ചേർക്കുന്നത്. ശേഷം നന്നായിട്ട് കൊത്തിയരിഞ്ഞ് വെച്ച ഇഞ്ചി, വെളുത്തുള്ളി, സവാള എന്നിവ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. അതിലേക്ക് ഞാൻ ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ തക്കാളി, ഇതും കൂടെ ചേർത്ത് നന്നായിട്ട് വഴറ്റി നന്നായിട്ട് ഉടച്ചെടുക്കുക. മല്ലിയില, കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും നന്നായിട്ട് ഇളക്കി അതൊന്ന് പേസ്റ്റ് നമ്മൾ തവി വെച്ച് തന്നെ കുഴച്ചെടുക്കുക. അത് നന്നായിട്ട് വെന്ത് കുഴഞ്ഞ് വരുന്ന സമയത്ത് നമുക്കിനി ഇത് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ മുളക് പൊടി ചേർക്കുന്നുണ്ട്. മുളക് പൊടി ഒരു 3 ടേബിൾ സ്പൂണോളം ചേർത്തിട്ടുണ്ട്. എരിയൊക്കെ നമ്മുടെ ആവശ്യാനുസരണം ചേർക്കാം. പിന്നെ മല്ലിപ്പൊടിയും ചേർത്തിട്ടുണ്ട്.
പിന്നെ ചേർത്തത് നമ്മുടെ ഗരം മസാല പൊടിച്ചതാണ്. ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് വരട്ടിയെടുക്കണം. ആ ഒരു പച്ചമണമൊക്കെ പോയിട്ട് അതൊന്ന് കുഴഞ്ഞ് വരട്ടെ. ആ തക്കാളിയിലെയും ഉള്ളിയിലെയും ആ വെള്ളത്തിലിരുന്ന് ഒന്ന് വെന്ത് വരും. ശേഷം ഞാൻ ബീഫ് ചേർത്ത് കൊടുക്കുകയാണ്. ബീഫിൽ വേറെ അരപ്പൊന്നും ഇട്ടിട്ടില്ല. കുരുമുളക്, ഉപ്പ്, മഞ്ഞൾപ്പൊടി ഇത്രയും ചേർത്തിട്ടാണ് ഞാൻ ബീഫ് ഇപ്പോൾ തൽക്കാലം വേവിച്ചത്. അതെല്ലാം ചേർത്ത് നന്നായിട്ട് ഇളക്കുന്നുണ്ട്. ഇതിങ്ങനെയല്ല കേട്ടോ, കാണുമ്പം എന്തെങ്കിലുമൊക്കെ തോന്നുമായിരിക്കാം. പിന്നെ ഞാൻ ഇവിടെ ചേർത്തേക്കുന്നത് നമ്മുടെ മസാലപ്പൊടിയാണ്. വീണ്ടും മീറ്റ് മസാല ചേർത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ അടച്ച് വെച്ച് നന്നായിട്ട് അതൊന്ന് വറ്റിച്ച് വെക്കുക. ഈ അരപ്പ് കിടന്ന് ഈ ബീഫ് വേവുമ്പം അരപ്പും കൂടെ നമ്മുടെ ബീഫിലോട്ട് പിടിക്കും കേട്ടോ. ഈ സമയത്ത് നമ്മൾ ഉപ്പൊക്കെ നോക്കണം, ഇല്ലെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുക്കുക. പിന്നെ ഞാനിവിടെ ചേർക്കുന്നത് നമ്മുടെ മല്ലിയിലയാണ്. ഇത് ആഫ്രിക്കൻ മല്ലിയില. അതിന് ഇട്ടിട്ട് കുറച്ച് നേരം അടച്ച് വയ്ക്കുമ്പം നല്ല രീതിയിൽ അതിൻ്റെ ആ ഒരു സ്മെല്ലും ടേസ്റ്റും എല്ലാം അതിൽ പിടിക്കും. അതിന് വേണ്ടിയിട്ട് അടച്ച് വെച്ച് ഇപ്പോൾ നമ്മുടെ ബീഫ് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ചാറോട് കൂടി എടുക്കുന്നവർക്ക് ഇങ്ങനെ എടുക്കാം, അല്ലെങ്കിൽ കുറച്ചുകൂടെ വറ്റിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ ഉച്ചഭക്ഷണം ഇവിടെ റെഡി ആയിരിക്കുകയാണ്. നല്ല ടേസ്റ്റിയാണ്, സിമ്പിളാണ് റൈസൊക്കെ ഉണ്ടാക്കാനായിട്ട്. എല്ലാവരും കുഞ്ഞുങ്ങൾക്കൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്.